കൂട്ടുകെട്ടാകാം. മനസ്സ് പറഞ്ഞോ ദൂരെ എറിയാൻ, പിന്നെ അത് കൊണ്ടു നടക്കണ്ട. അത് നിന്റെ നന്മയെ, നിന്റെ ഐശ്വര്യത്തെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കി കളയും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ വചനം കേട്ട ഈ വ്യക്തിയെ, കുടുംബത്തെ കുടുംബമായി അനുഗ്രഹിക്കണം. ഈ വചനമൊക്കെ സ്റ്റാറ്റസ് ഇടണം, ഈ വചനമൊക്കെ ഷെയർ ചെയ്യണം. കാരണം ഇത് അനേകരുടെ ജീവിതത്തിൽ വഴിവിളക്കാകും. അനേകർ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ, എവിടെയും തട്ടിമുട്ടി വീട് പോകാതിരിക്കാൻ ഈ വചനത്തിൻ്റെ സഹായം അവന് കിട്ടാൻ തുടങ്ങും. കർത്താവ് ഈ വചനത്തിലൂടെ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ തലമുറയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരാൾ നഷ്ടപ്പെട്ടു പോകരുത്, ഒരാൾ നശിച്ചു പോകരുത്. ദൈവവചനം കേൾക്കുന്ന ഒരാളും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാൻ ഇടയാകരുത്. അങ്ങയുടെ വചനം കേൾക്കുന്ന ഒരാളും ജീവിതത്തിൽ തകർന്നു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഒരാൾ വഴിതെറ്റിപ്പോയി എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഒരാൾ നശിച്ചു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഒരാളുടെ ജീവിതവും വൻ പരാജയമായി എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഒരാളുടെയും കുടുംബം തകർന്നു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഒരാളെയും ചതിക്കപ്പെട്ടു എന്ന് കേൾക്കാൻ ഇടയാകരുത്. മുൻകൂട്ടി കാണാനുള്ള കഴിവ് പോലും നിങ്ങൾക്ക് ദൈവം തരട്ടെ. സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി സഹായിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ അത്ഭുതകരം നിങ്ങളിൽ വെളിപ്പെടട്ടെ. സ്വർഗത്തിലെ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും തന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കട്ടെ. നല്ല വീടും, നല്ല ജീവിതവും, നല്ല വാഹനവും, നല്ല ജോലിയും, നല്ല സാഹചര്യങ്ങളും, നല്ല വിശ്വാസവും, നല്ല ദൈവത്തോടുള്ള ബന്ധവും നിങ്ങളിൽ വർദ്ധിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലൊരു ഞായറാഴ്ച.